ഇനി നമുക്കുണ്ടല്ലോ തമ്പുളി പരിചയപ്പെടാമേ. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ് ഈ കൂട്ട്. വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോ കണ്ടു നോക്കൂ. അതിനായിട്ട് ഒരു തക്കാളിയാണ് വേണ്ടത് കേട്ടോ. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. കുക്കുംബറൊക്കെ വെച്ചിട്ട് തമ്പുളി ഉണ്ടാക്കുകയാണെങ്കിൽ തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ തക്കാളി ആയതുകൊണ്ടാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ അനുവദിക്കാം. ഇനി ഒരു 1/2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയേ. ഒരു 2-3 മിനിറ്റ് നേരം മാത്രം ഒന്ന് കടഞ്ഞെടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി കടഞ്ഞെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി കൂട്ടുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് തന്നു വന്നിട്ടുണ്ട്. ഇതിനി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ അരപ്പ് ഒരു ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തീ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ മുളകൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി തമ്പുളി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഒഴിച്ചു കറി. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.